ബ്ലാങ്ങാട് ബീച്ചിൽ രൂക്ഷമായ വേലിയേറ്റം. പാർക്കിംഗ് ഭാഗത്തേക്ക് വെള്ളം കയറിയതോടെ ഒരു കാർ വെള്ളക്കെട്ടിൽ അകപ്പെട്ടു. കച്ചവട സ്ഥാപനങ്ങളും വെള്ളത്തിലായി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വേലിയേറ്റം ശക്തമായി തുടങ്ങിയത്. തിങ്കളാഴ്ച രാത്രിയിലും നേരിയ തോതിൽ വേലിയേറ്റമുണ്ടായിരുന്നു. പാർക്കിംഗ് ഏരിയ മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. ഇടയ്ക്കിടെയുണ്ടാവുന്ന വെള്ളക്കെട്ട് മൂലം തങ്ങൾ ദുരിതത്തിലാണെന്ന് പ്രദേശവാസിയായ ഇല്യാസ് പറഞ്ഞു. മുനിസിപ്പാലിറ്റി ഇത് നമുക്ക് വേറെ പണി തരാന്ന് പറഞ്ഞിട്ട് ജനുവരിയിൽ ആവാന്ന് പറഞ്ഞത്. ജനുവരിക്ക് മുമ്പ് പുതിയ കച്ചവടക്കാർക്ക് പുതിയ ഷെഡുകൾ പണി തരാന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി വീണ്ടും ഇവർ കാണുന്നത് ഈ എല്ലാ പ്രാവശ്യവും കട്ടിൽ കയറുന്നിടത്ത് തന്നെയല്ലേ കാണുന്നത്. ഈ ശാശ്വത പരിഹാരമായിട്ട് എല്ലാവർക്കും ലൈസൻസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് മാത്രം അനുവദിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇത് മാസത്തിൽ എല്ലാ പ്രാവശ്യവും എല്ലാ മാസത്തിലും ഓരോ ദിവസം എല്ലാവരുടെ സാധനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജനറേറ്ററുകൾ വരെ ഒരുപാട് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു. ഒരു നഷ്ടപരിഹാരം ആരെയൊന്നും കിട്ടില്ല. ഇവിടെ നഷ്ടപരിഹാരം ഇല്ല, ലൈസൻസ് മാത്രമേ ഉള്ളൂ. എന്നിട്ടും വീണ്ടും അനുവദിച്ചു വരുന്നത് ഈ കടലിൽ കയറുന്നിടത്ത് തന്നെയാണ്. 20 വഴിയോര കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കൂടാതെ 40-ലധികം സ്ഥാപനങ്ങൾക്ക് നഗരസഭ ലൈസൻസ് നൽകിയിട്ടുണ്ട്. എന്നാൽ തുടർച്ചയായ വെള്ളക്കെട്ട് ജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് ഇല്യാസ് പറഞ്ഞു. ഷെഡ് നിർമ്മിച്ച് നൽകാമെന്ന് നഗരസഭ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ആയിട്ടില്ല.